ഗുഡ് മോർണിംഗ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 55,597 അപ്പ് സൈഡ് 55,791. ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് 9:15. അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്കുള്ള ട്രേഡിനായിരിക്കും ഫസ്റ്റ് നോക്കുക. ടാർജറ്റ് 55,597 വരെയൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ താഴേക്ക് എടുക്കാം. ഇനി നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് 25,660 റേഞ്ചിലാണ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി. ബാങ്കിലെ പോലെ തന്നെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇനി ഡൗൺ സൈഡ് ആണെങ്കിൽ 24,604. അതിപ്പം ഇന്ന് രാവിലെ മാർക്കറ്റ് അപ്പ് സൈഡ് ഓപ്പൺ ആയപ്പോൾ ക്രിയേറ്റ് ആയ ലിക്വിഡിറ്റിയാണ്. 24,604 താഴേക്കാണ് വരുന്നതെങ്കിലാണ് അപ്പ് സൈഡിലേക്ക് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് താഴേക്കുള്ള എൻട്രിയിൽ തന്നെ ടാർജറ്റ് വെക്കാൻ പറ്റും 24,604 എന്നുള്ള റേഞ്ച്. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:28. നമ്മളെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിഫ്റ്റി നേരെ താഴെ വന്നു. എന്നിട്ട് നേരെ റിവേഴ്സ് ചെയ്യാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത കറക്റ്റ് ലെവലിൽ നിന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് താഴെ വന്നു. നമ്മൾ ടാർജറ്റ് വെക്കാൻ പറഞ്ഞ ഡൗൺ സൈഡും ടാപ്പ് ചെയ്തു. അതായത് ഓൾറെഡി അപ്പ് സൈഡ് ലിക്വിഡിറ്റി എടുത്തു മാർക്കറ്റ് താഴെ വന്നു, എൻട്രി വന്നിട്ടില്ല കേട്ടോ. അതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡിനായിരിക്കും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക. നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി സ്റ്റിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഏതാണ് ചാൻസ് വരുന്നത് അനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയിൽ. സമയം 9:30. ജസ്റ്റ് പുതിയൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. മാർക്ക് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. തൊട്ടടുത്ത് വരെ വന്നിട്ട് കിട്ടും. അത് പക്ഷേ ടാപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് പുള്ളിഷ് ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിലേക്കൊക്കെ ടാർജറ്റ് വെക്കാൻ പറ്റും. 1:5 റേഞ്ചിൽ തൊട്ടടുത്ത് ഒന്നും കൂടെ താഴേക്ക് ഒരു പോയിന്റ് കൂടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് നിഫ്റ്റിയാണ് ഡേ ഹൈ എടുത്തിട്ടുണ്ടല്ലേ, നോക്കാം അതിലാണ് ചാൻസ് വരുന്നതിനനുസരിച്ച് ചെയ്യാം. ബാങ്കിൽ താഴെ വന്നാൽ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി എടുക്കാം. രണ്ടും ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ തോന്നുന്നത് എനിക്ക്. കാരണം നിഫ്റ്റിയിൽ സ്റ്റിൽ താഴെ എടുക്കാത്തതുകൊണ്ട് താഴേക്ക് നോക്കാം, ബാങ്കിൽ ഓൾറെഡി ഡൗൺ സൈഡ് എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കാം എന്നുള്ളതാണ് എൻ്റെ റിവ്യൂ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് സമയം 10:37 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡ് എൻട്രി നോക്കാം. എന്താ വെച്ചാൽ ബാങ്കിൽ നമ്മൾ നേരത്തെ നോക്കി എൻട്രി കിട്ടിയില്ല കേട്ടോ. ഒരു പൊട്ടിക്ക് ഒരു പോയിന്റും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് എൻട്രി കിട്ടിയതിന് പക്ഷേ അത് എൻട്രി തരാതെ വീണ്ടും ഡേ ഹൈ ഒക്കെ നിഫ്റ്റി ബാങ്കിൽ എടുത്തു. പിന്നെ ഇതിപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി, അത് ശരിക്ക് ക്യാൻഡിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാൻഡിലിൻ്റെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് IDX ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഒക്കെ വരികയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആണ് ഇപ്പോൾ ഇത്. ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, അതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, നമുക്കൊരു ബൈ കൊടുക്കാം 36.5. ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയത് 37 36 ആയിരുന്നു. ഒരു സെക്കൻഡ് നമ്മൾ കുഴപ്പമില്ല, 39 പോകുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് അടിക്കുന്നുണ്ട്, നല്ല പുള്ളിഷായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പ്രീമിയം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് എക്സ്പയറി ഡേ അല്ലേ, പെട്ടെന്ന് ഡീക്ക് ആവും മാർക്കറ്റ്. പെട്ടെന്നൊരു മൊമെൻറ്റം കിട്ടിയാൽ രക്ഷപ്പെട്ട്. പെട്ടെന്ന് മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പ്രീമിയം അതുപോലെ പറക്കും ചെയ്യും. എക്സ്പയറി ഡേയിൽ 2 ഇതുണ്ട്. ഒന്ന് തീറ്റ ഡീക്കേണ്ട ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ല മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം കിട്ടുകയാണ്. ചിലപ്പോൾ ഒരു 30 പോയിന്റ് പോകുമ്പോൾ പ്രീമിയം 30 പോയിന്റ് പോകും. അങ്ങനെയൊരു ഇതുണ്ട്. 2 കാര്യമുണ്ട് എക്സ്പയറി ഡേയിൽ. ഓക്കെ, പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും രാവിലെ തന്നെ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് ട്രേഡ് നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. വീണ്ടും നല്ല ഹൈ എടുത്തു. ഒരു ചെറിയൊരു എൻട്രി ഒരു ജസ്റ്റ് ഇതിൽ മിസ്സായി പോയതാണ്. പോണ്ട് ഇവിടെ 24,741 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ എത്തുമ്പോൾ ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി അതല്ല മാർക്കറ്റ് നേരെ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് 1:5 അബോവ് 1:5 റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ പ്ലാൻ. ഇതിൽ എന്താ വെച്ചാൽ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ നിഫ്റ്റിയിൽ ഇപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രിയാണ്. ശരിക്കും നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി നിഫ്റ്റിയിൽ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് പ്രകാരം. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്ന് കറൻ്റ്ലി മാർക്കറ്റ് ഒരു 5 മിനിറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഓവറോൾ നല്ലൊരു ബുള്ളിഷായിട്ട് തോന്നുന്നുണ്ട്. മാർക്കറ്റ് എല്ലാം ഒന്ന് പറക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പം ഒന്ന് പോകുന്ന പ്രതീക്ഷയിലാണ് ഒരു ബുള്ളിഷ് ട്രേഡ് തന്നെ പ്ലാൻ ചെയ്തത്. നോക്കാം.
നമുക്ക് ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 31-35 ഹിറ്റായത്. 37 എൻട്രി, 6 പോയിൻ്റ് SL അല്ലേ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു എന്താ പറയുക, മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് പ്രീമിയം അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല ബുള്ളിഷായി പോകുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, ട്രേഡിങ്ങിൽ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രോപ്പറായിട്ടുള്ള ചാൻസ് തന്നെ വരണം, എന്നാലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഫസ്റ്റ് ട്രേഡ് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്, SL അടിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗോൾഡിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് ഓൾറെഡി പ്രോഫിറ്റിലാണ്. 30,000 വരെയൊക്കെ വന്നതാണ്, വീണ്ടും 14,000 തന്നെ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് 4,000 കൊടുത്തിട്ടുണ്ട് ഞാൻ. ഏതായാലും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം അതിൻ്റെ. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു ട്രേഡ് കണ്ടോ, നേരത്തെ നമ്മളെടുത്ത ആ ട്രേഡ് പോണ പോക്ക് കണ്ടോ. 66 നമ്മളെ SL എത്രയൊക്കെ അടിച്ച് 31 അല്ലേ. മാർക്കറ്റ് ഏതുവരെ പോയത് നോക്കി. പെർഫെക്റ്റ് ലെക്കുണ്ട് നമുക്ക്, കറക്റ്റ് ലെക്കാണ്. 31 വരെ പോയിട്ടുള്ളൂ ആകെ, ജസ്റ്റ് 30.75. 31 നമ്മൾ SL അടിച്ചിട്ട് ഇപ്പോൾ 66 പോകണം. സ്റ്റിൽ നമ്മളെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് സ്പൈക്ക് ചെയ്യുമ്പോൾ തീരെ പോയിൻ്റ് ആകെ 30 പോയിൻ്റ് പോയപ്പോഴേക്ക് 40 പോയിൻ്റ് പ്രീമിയം പറന്നു ഇവിടെ. ഓഫ്, ഭയങ്കര മിസ്സാട്ടോ അത്. വല്ലാത്തൊരു ട്രേഡായിപ്പോയി. എന്താലേ. ഇപ്പോഴും നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റി 741 വരെ ടാപ്പ് ചെയ്തിട്ടില്ല. അതിന് മുമ്പാണ് ഇപ്പോൾ ഇത്. എന്താ ചെയ്യാം, സ്റ്റിൽ പെൻഡിങ് ആ ടാർഗറ്റ്. ഈവൻ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള 5 മിനിറ്റ്സ് പോലും എടുത്തിട്ടില്ല. ബാങ്കിലൊരു 5 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റിയിൽ. അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. നിഫ്റ്റിയും കൂടെ ആ ഒരു ഏരിയ എത്തിക്കോട്ടെ. 24,741 എത്തിക്കോട്ടെ, എന്നിട്ട് നോക്കാം താഴേക്ക്. അല്ല, ബാങ്ക് നിഫ്റ്റി എൻട്രി തരട്ടെ, എൻട്രി തന്നാലേ എടുക്കുള്ളൂ. അതാ പോണം, 24,741 പോണം. അതാ പറന്ന് പോണം. പ്രീമിയം കണ്ടോ, എൻ്റെ പൊന്നു 84, 87. വല്ലാത്ത SL ആയിപ്പോയില്ലേ. അതാണ് നമ്മൾ ഫ്യൂച്ചറല്ലല്ലോ എടുക്കുന്നത്, പ്രീമിയം ചാർട്ട്. അല്ല, മീൻസ് ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഭാഗ്യം പോലെ ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ച ചിലപ്പോൾ 30 പോയിൻ്റ് പ്രതീക്ഷിച്ച 50 പോയിൻ്റൊക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയുണ്ട് കേട്ടോ. നമുക്ക് നേരെ തിരിച്ചും വരാം. നമുക്ക് SL അടിച്ച് പോക്കെ, അത് കറക്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ. ഇൻ കേസ് ചിലപ്പോൾ SL അടിക്കാതെ ടാർഗറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ 30 പോയിൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ 50 പോയിൻ്റൊക്കെ വരാം ഈ എക്സ്പയറി ഡേയിൽ. അങ്ങനെയുണ്ട്. ഏതായാലും നമുക്കിനി നോക്കാം, താഴേക്കാണോ. 55 സംതിങ് അപ്സൈഡ് 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ താഴേക്കും ഒരു എൻട്രി ചാൻസ് നോക്കാം നമുക്ക്. നിഫ്റ്റിയിലോ ബാങ്കിലോ ഏതാ ചാൻസ് കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:58 ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കാൻ പറ്റിയ ബാങ്ക് നിഫ്റ്റിയിലോട്ട് ഡൗൺ സൈഡ് ട്രേഡ് എടുത്ത് നോക്കാം നമുക്ക്. OB ഏരിയ നിന്ന് റിവേഴ്സും ചെയ്യണം, അതാണ് ഇപ്പോൾ പേടി. നോക്കാം, ഏതായാലും ഒരു ട്രേഡ് ചെയ്യാം നമുക്ക്. ഇന്നത്തെ ഡേലോൻ്റെ അവിടെയൊക്കെ വരെ എത്തുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്കൊക്കെ വെക്കാം. നമുക്ക് പിന്നീട് ഡൗൺ സൈഡ് ട്രേഡാണ്. ഓക്കെ, എൻട്രി എടുക്കാം. 55,800 പുട്ട് ഓപ്ഷനാണ്. നമ്മൾ രാവിലെ ഒരു കോൾ ഓപ്ഷൻ എടുത്തത്, ഇപ്പോൾ ഒരു പുട്ട് ഓപ്ഷനാണ് എടുത്തത് ബാങ്കിൽ. 724 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മളെ പ്ലാന് പ്രകാരം ഓൾറെഡി ഇന്ന് മാർക്കറ്റ് ഡേ ഹൈ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് രാവിലെ ഒരു അപ്സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി അത്യാവശ്യം. എന്നിട്ട് ഒരു ഡേ ഹൈ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. പക്ഷേ ഇത് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അതെന്താ വെച്ചാൽ കറക്റ്റായിട്ടൊരു OB ഏരിയ എന്നൊക്കെയാണ് റിവേഴ്സൽ വന്നത്. നല്ല ബുള്ളിഷാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. ഈ ട്രേഡ് വേഗം പരിപാടി തീരും ചെയ്യും കണ്ടിട്ട്. അറിയില്ല,
നോക്കാം. എന്തായാലും ചെറുതായിട്ടൊന്ന് റിവേഴ്സൽ വരികയാണെങ്കിൽ നമുക്ക് ഒന്ന് സേഫ് ആയിട്ടുള്ള വേറെ ഒരു ട്രേഡും കൂടെ നോക്കാം. ഇതിൽ ഒരു അത്യാവശ്യം ഒരു 1:1 ഒക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് നല്ലൊരു ചാൻസ് വരികയാണെങ്കിൽ പിന്നെ നോക്കാം. അപ്സൈഡിലേക്ക് തന്നെ ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. കണ്ടിട്ട് ഇങ്ങനെ ഒരു തോന്നുക. ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ അഥവാ എസ് എൽ ആണെങ്കിൽ നമ്മൾ ഇന്നത്തോടെ നമ്മുടെ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. കാരണം മാക്സിമം 2 ട്രേഡാണ് ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ. 2 SL ആണെങ്കിൽ ടാർഗറ്റ് ആണെങ്കിൽ 2 ട്രേഡ് തന്നെയാണ്. ഇനി അതിൽ നല്ല ചാൻസ് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മൂന്നാമത്തെ ട്രേഡ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. 2 SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യൂല. മൂന്നാമത്തെ ട്രേഡ് എന്തായാലും ചെയ്യില്ല, ഇവ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ പോലും. ഏതായാലും നോക്കാം, വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാമല്ലോ, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ നോക്കണം. SL അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നല്ല ചാൻസ് വരുന്നത്, ഞാൻ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രേഡ് ചെയ്യുന്നത്, ചാടി കയറിയിട്ടില്ല. അടുത്ത നല്ല അവസരം നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത്. അതിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്ക് SL ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. എപ്പോഴും തോൽവി സമ്മതിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എല്ലാവർക്കും വരുന്നൊരു വലിയ ബുദ്ധിമുട്ട്. അത് ഈഗോ എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്ന സാധനമാണ് തോൽവി സംഭവിക്കുന്നത്. അവിടെയാണ് നമുക്കിങ്ങനെ ഈ മൈൻഡിൽ റിവഞ്ച് ട്രേഡ് ചെയ്യാനും ലാഭം എടുക്കാനും പെട്ടെന്ന് ട്രേഡ് ചെയ്യാനൊക്കെ തോന്നുക. ഇവിടെ സ്റ്റിക്കറിൽ എഴുതി വെച്ചേക്കുണ്ട് ട്രേഡ് ചെയ്യുന്നതിന് മുന്നിൽ, തോൽവി സമ്മതിച്ചാൽ ജീവിതത്തിലും ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു കോട്ട് എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. ലോകത്തിൽ നമ്മൾ ഒരു ജോലിയിലും കേൾക്കാത്തൊരു ഒരു വേർഡായിരിക്കും അത്, തോൽവി സമ്മതിക്കണം എന്നുള്ളത്. പക്ഷെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചോളം തോൽവി സമ്മതിക്കുക തന്നെ വേണം. തോൽവി ഉണ്ടായാൽ അത് സമ്മതിച്ചിട്ട് മാറി നിൽക്കുമ്പോഴേ നമുക്ക് ഇതുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഈഗോ ഹേർട്ടാവുന്ന പരിപാടി അതെല്ലാവർക്കും, അത് നഷ്ടം വരുന്ന സമയത്ത്. അപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു പ്രാക്ടീസ് തന്നെ വേണം. നമുക്കൊരു 2 ലോസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ പറ്റിയത് 2 ലോസ് അടിക്കുമ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ നിന്നായിരിക്കും ട്രേഡ് എടുക്കുക. അപ്പോൾ അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എപ്പോഴും അംഗീകരിച്ച്, ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല അവസരങ്ങൾ ഇനിയും വരാൻ മാർക്കറ്റിൽ. പക്ഷേ അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് ഓരോ അവസരങ്ങളും 2-3 SL വന്നാൽ പിന്നെ നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ അതിനെ പലപ്പോഴും ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞത്. എനിക്ക് ചിലപ്പം 2-3 SL എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഏറ്റവും പ്രശ്നം അതായിരുന്നു. 2-3 SL വന്നാൽ പിന്നെ എനിക്കതിനെ എവിടെയാണ് എൻട്രി എടുക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. മാർക്കറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഒരു 50 എൻട്രി എടുത്തിട്ടുണ്ടാവും. എവിടെയാണ് എടുത്തത്, എന്തിനാണ് എടുത്തത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് ട്രേഡ് കൺട്രോൾ ചെയ്യുക, ലോസ് വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, SL വരുന്നുണ്ട് ഇപ്പോൾ ഉറപ്പം. ഓക്കെ, SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 SL ആയിട്ടുണ്ട്, 2 സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഇനി എത്ര അവസരം ഉണ്ടെങ്കിലും വാച്ച് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക ബാക്കിയുള്ള ടൈമുകൾ. ഓക്കെ, നല്ല പുള്ളിഷ നിഫ്റ്റിയൊക്കെ കണ്ടില്ലേ, പറന്ന് പോയില്ലേ. ഓ മൈ ഗോഡ്, നമ്മളെ രാവിലത്തെ ട്രേഡിൻ്റെ അവസ്ഥ എന്താ? 31 SL അടിച്ച സാധനം ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്? 107. എൻ്റെ പൊന്നോ, നമ്മൾ രാവിലെ വെച്ച ടാർഗറ്റ് ഇല്ലേ 766 റേഞ്ചിലെത്തി 24, അതൊക്കെ പോയി. ഇപ്പോൾ രാവിലത്തെ ട്രേഡ് ജസ്റ്റ് SL അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോഴും ട്രെയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതല്ല നമ്മൾ 1:5 അടിച്ചാൽ ചിലപ്പോൾ എക്സിറ്റ് ആവും. അഥവാ ട്രെയിലൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ ഭയങ്കര വോക്കാണ് പോയത്. 24,700 കോൾ ഓപ്ഷൻ കാണിച്ചത് ഞാൻ. ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ അവസരം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ആയിട്ടും നമുക്ക് ഒരു യൂസും ഇല്ല. 122 എത്തില്ലേ പ്രീമിയം. നമ്മൾ SL അടിച്ച ഏരിയ ഉണ്ടോ? ഓഹ്, താഴെന്ന് നമ്മളാ ടിപ്പിൽ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ എൻട്രി വന്നത്. ഒരു പൊട്ടിക്ക് പോയി എന്നുള്ളൂ അല്ലേ. നമ്മൾ ഹാഫ് സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് 24,766 ടാപ്പ് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളന്നത്തെ അവസരമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്കിനി വാച്ച് ചെയ്യാം. ഏതെങ്കിലും ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക ബാക്കിയുള്ള ടൈം, അല്ലെങ്കിൽ പടം കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓരോരുത്തരെ സമയം 2:31 നമുക്കിനി ട്രേഡിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇനി നമ്മൾ രാവിലെ ചെയ്താൽ 2 ട്രേഡ് തന്നെ ഉള്ളൂ. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കുറച്ച് മുന്നായിട്ട് ഒരു ഡൗൺ സൈഡ് 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ട്രേഡ് നോക്കിയിട്ടില്ല. അപ്പ് സൈഡിലേക്കൊക്കെ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയുള്ള ഏരിയകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം പോകണമുണ്ട് മാർക്കറ്റ്, പക്ഷേ പിന്നെ ട്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനി 2:30 ചെയ്ത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ നല്ലൊരു ചാൻസൊക്കെ തന്നെ തോന്നിയിരുന്നു. പക്ഷേ
ഒരുപാട് കുറച്ച് നേരത്തെ കിട്ടുകയാണെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി വൈകി പോയി എന്നുള്ളതാണ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ ഗോൾഡിൻ്റെ ട്രേഡ് ഉണ്ടല്ലോ, ഗോൾഡിൻ്റെ ട്രേഡ് ഇപ്പോൾ സ്റ്റിൽ 26,000 പ്രോഫിറ്റിലാണ് ഇപ്പോൾ. ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ എസ് എൽ ആണോ ടാർജറ്റ് ആണെങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം. ഇതുവരെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും അടിച്ചിട്ടില്ല. ട്രേഡ് റണ്ണിങ്ങിലാണ്. നിയർലി പ്രോഫിറ്റ് അടുത്താണ് ഇപ്പോൾ മാർക്കറ്റ്. ഓൾറെഡി ഇത്രയും മൂവ് ചെയ്തു. നമ്മൾ പിന്നെ ഇന്നലെ അടുത്ത ട്രേഡാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു 3/4 ഭാഗം സഞ്ചരിച്ച് കഴിഞ്ഞു. ഒരു പ്രാവശ്യം അവിടെ എത്തിയതാണ്. 30,000 പ്രോഫിറ്റ് വരെ കാണിച്ച സാധനം വീണ്ടും തിരിച്ച് 10,000 അടുത്തേക്കൊക്കെ വന്നു. പക്ഷേ നമ്മളെ പിന്നെ എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത്രയും പോയതല്ലേ. ഏതായാലും ഞാൻ ഇതിനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓവറോൾ നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്ത് 6,000 സംതിങ് ലോസിലാണ്, 2 SL ആണ്. നാളെയും നല്ല അവസരം ഉണ്ടാകുമ്പോൾ നല്ല ട്രേഡുകൾ ചെയ്യാം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു. ബൈ.